വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് അടിപൊളി മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വലിയ ഇൻട്രോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് ചിരവി ഇത് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി മെത്തേഡായിട്ട് നമ്മൾ എങ്ങനെയാണ് മീൻകറി ഈസി ആയിട്ട് കോക്കനട്ട് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതിലിട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സാരില്ല, എന്നാൽ നമ്മുടെ തേങ്ങ ഇടിപ്പുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനു മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം വറുത്തെടുക്കുമ്പോൾ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓയിൽ ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ജസ്റ്റ് 1 ടീസ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ഓയിൽ അപ്ലൈ ചെയ്തത്. വലിയ വറവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഈ ചൂടായ ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്, കൊറിയാണ്ടർ പൗഡർ. നമ്മുടെ ചിരവിയ തേങ്ങയിൽ ചിലപ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. നമ്മുടെ വറുക്കണേൻ്റെ ഇടയിൽ തന്നെ അത് റെഡി ആയിക്കോളും. ഇപ്പോൾ ഈ ചെറിയൊരു വറവ് നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ വൈറ്റായിട്ട്, ക്യാമറയിൽ കാണുമ്പോൾ വൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവുള്ളൂ. നമ്മളിതിലേക്ക് ഒരു 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇപ്പോൾ ഇട്ടു, 2 ടീസ്പൂൺ ഇട്ടു, ഒരു 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 2.5 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാം യോജിപ്പിച്ച് വരണേ. ഇത് ഇനിയും നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ കൊറിയാണ്ടർ പൗഡർ ഒന്നുകൂടി വറുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് രണ്ടും കൂടി ഇടുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാനുള്ള സാധ്യത ഉണ്ട്. വേപ്പിൻ്റെ ഇല അറിയാണ്ട് പെട്ടതാണ്, വേപ്പിൻ്റെ ഇല ഇടണ്ട, എന്നാലും ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള പുക വെന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ ജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകമാണ്, നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്താൽ മതി, കൂടണ്ട. ഇതേ നോക്കുമ്പോൾ നമ്മളിന്ന് നന്നായിട്ട് വറന്നിട്ടുണ്ട്. ഇനി വറുത്താൽ ചിലപ്പോൾ കരിയും. അപ്പോൾ നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ എന്തിൻ്റെ കറിവേപ്പിൻ്റെ ഇലയിൽ കോലൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സിയിട്ട് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ വലിയൊരു മിക്സിയാണ്, കാരണം ചെറിയ മിക്സി എടുത്തത് നമ്മുടെ തികയില്ല. അതിലേക്ക് നമ്മൾ 2 കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാവെള്ളവും ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയുമാണ് ആഡ് ചെയ്തത്. ചെറിയ ഉള്ളി കേട്ടോ, ഒരു 6 ചെറിയ ഉള്ളിയും 5 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വറുത്ത നമ്മുടെ ഈ സാധനം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാവെള്ളം വേണമെന്നില്ല, സാധാ വെള്ളമെങ്കിലും ആഡ് ചെയ്താൽ മതി. തേങ്ങ വെള്ളം ഭയങ്കര മധുരമായിരിക്കും, അതുകൊണ്ട് സാധാ വെള്ളം കുറച്ച് ആദ്യം നമ്മുടെ ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ട്, നമ്മുടെ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ 6 ചെറിയ കുഞ്ഞ് സബോളയും പിന്നെ അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. നല്ല കുഴമ്പ് രീതിയിലായി കിട്ടണം, അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അത് അടിഞ്ഞു വരുന്ന നേരത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എനിക്കൊരു പുളി ഇഷ്ടത്തിനുള്ള രീതിയിൽ ഞാൻ പുളി ഇട്ടിട്ടുണ്ട്. ഒരു 5 ചെറിയ പുളികളാണ് ഇട്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം, കഴുകുകയല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം കുറ്റിയെടുക്കുവാണ്. അപ്പോൾ അതിനാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ല, അതിനേക്കാൾ കുറച്ചാകെ 2 പുളി അങ്ങനെ 2 ആൾക്കാർക്കേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കുറച്ചിട്ടും പുളി കുറച്ചിട്ടും എടുക്കുക. നമ്മുടെ പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്നി അല്ല, നമ്മുടെ തേങ്ങ പാസ്ട്രി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറച്ച് ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, കറിക്ക് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഉപ്പിട്ടാൽ മതി. നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ആ നേരത്ത് കുറച്ച് എരിവ് കുറച്ചിട്ട് ഇട്ടാൽ പോരെ, നല്ല ടേസ്റ്റും ആവും. അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഇട്ടുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. മുളക് പൊടി ഇട്ടിട്ടുള്ള ഒരു പരിവാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതിപ്പോൾ എരിവില്ല. നമുക്ക് ആ കറി ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനനുസരിച്ചിട്ട് എരിവ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ബബിൾസ് ഉള്ളതുകൊണ്ട് ടാപ്പായിട്ട് നോക്ക്. നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം. നമ്മുടെ കറിക്ക് ചെല്ലാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ ചട്ടി തന്നെയാണ് വെക്കണത്. കാരണം നമ്മൾ തേങ്ങ ഇതിൽ ചെറുതായിട്ട് കിടന്നോട്ട് വെച്ചിട്ടാണ്. ഇതാ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചട്ടി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് പുളിയുടെ പരിവാട്ടോ, അത് നമ്മളെല്ലാം പുളി എടുത്തിട്ട് നന്നായിട്ട് പീച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാനിൽ
കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, സാധാ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 2 ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആട്ടോ. ഇതാണ് നമ്മുടെ ഇനി കറിക്കുള്ള എണ്ണ, വേറെ എണ്ണ നമ്മൾ ആഡ് ചെയ്യില്ല. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് ചട്ടിയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ പേസ്റ്റ് ഇല്ലേ, ചട്നി പേസ്റ്റ് അല്ല കോക്കനട്ട് പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കരിയില്ല എന്നാണ് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം അത് നമ്മുടെ ഇത് കണ്ടില്ലേ, നമ്മുടെ ചട്നി, ആ ചട്നി നമ്മൾ നേരത്തെ ഒരു ജാറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജാറിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ചിരിക്കുകയാണ്. കാരണം ബാക്കിയുള്ള ചട്നി കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ പുളിവെള്ളം നമ്മളിത് ഈ നമ്മുടെ പാനിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ ജാറിൽ വേറെ വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒഴിച്ചത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ നോക്കാൻ. നേരത്തെ ലോ ഫ്ലെയിമിലിട്ടാൽ നമ്മളിപ്പോൾ അതേ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്, മീഡിയത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ടതൊന്നും ആവട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ ഈസി ഇത് കേട്ടോ, അടിപൊളിയാണ്. അന്നേരത്തെ എരിവുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചട്നീത്തെ അത് വെച്ചിട്ട് നോക്കണ്ട, ഈ നേരത്തെ വേണമെങ്കിൽ എരിവിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുറുകണ വരെ നന്നായിട്ട് കുറുകിയിട്ടാണ്, എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വേറെ മാറ്റമൊന്നുമില്ല. ഇതിലേക്ക് ഞാനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 4 പച്ചമുളക് നടു കീറി ഇടുകയാണ്. നമ്മൾ വേറെ നടു അല്ലെങ്കിൽ ഒരു നന്നാലായിട്ട് മുറിച്ചിട്ട് ഇടാം. നടു കീറുമ്പോൾ നമ്മുടെ എല്ലാത്തിനും ഒരു എത്തിയ പോലെ എനിക്ക് തോന്നില്ല, അതുകൊണ്ട് നന്നാലായിട്ട് നടു കീറിയിരിക്കുകയാണ്. അങ്ങനെ 4 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം. നമ്മളിപ്പോൾ 4 പച്ചമുളക് ഇതിട്ടിട്ടുണ്ട്, കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ വേപ്പിൻ്റെ ഇല എത്ര കതിരാണ് വെച്ചാൽ ഒരു 4 കതിരി വേപ്പിൻ്റെ ഇലയാണ് നമ്മൾ ഇടുന്നത്. എനിക്ക് വേപ്പിൻ്റെ ഇല അളവ് തീരെ അറിയില്ല. അത് നമ്മൾ 4 കതിരിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ കണ്ടോ, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം കറി എത്തിക്കണ്ടേ. പിന്നെ വല്ലാണ്ട് കുറുകുന്നതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടവുമല്ല. നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതേ നമ്മൾ ഒരു സാധനം ഇടാൻ മറന്നതാണ്. അടച്ച് വെക്കണ മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുകിയെടുത്തു. അതിനുശേഷം നമ്മൾ തക്കാളി ജസ്റ്റ് സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. തക്കാളി നമ്മളൊരു 1/2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. കാരണം മാർക്കറ്റിൽ നിന്നൊക്കെ വരുന്നതാണ്, പെസ്റ്റിസൈഡ്സിലൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, ഇതും ഉപ്പും വിനാഗിരിയും കൂടിയിട്ട്. അങ്ങനെ 2 തക്കാളിയാണ് ഞാൻ നന്നായിട്ട് സ്ലൈസ് ചെയ്തിരുന്നത്. നമ്മുടെ ഈ തക്കാളിയൊക്കെ നമ്മുടെ ഒരു നാക്കിലൊക്കെ കൈ കൊണ്ടൊക്കെ സ്ലൈസ് ചെയ്യുന്നതാണ്. അപ്പം 2 എണ്ണം നിങ്ങൾ സ്ലൈസർ ബോർഡിൽ വെച്ചിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്യുക. 2 തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മൾ അടുത്ത് ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 3 സ്പൂൺ ഉപ്പ്. 3 ഇടണമെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഇടുക. ഞാനിവിടെ ഒരു 3 ഇടുന്നത്. ഇനി വേണമെങ്കിൽ അപ്പം പിന്നെ ഇടും. ഈ 3 ഞങ്ങൾക്ക് തന്നെ വേറെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ കഴുകി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏട്ടയാണോ വറ്റയാണ് നമ്മളിന്ന് ഇടുന്നത്. എനിക്ക് വെട്ടുമീനാട്ടോ അല്ലെങ്കിലും ഇഷ്ടം, അതുകൊണ്ടാണ് നിങ്ങൾ വെട്ടുമീൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകണം കേട്ടോ. മീനിട്ടിട്ടുള്ള വെള്ളം ദേ ഇവിടെ ഉണ്ട്. നന്നായിട്ട് നമുക്ക് ഇനി നേരത്തെ വെച്ച് അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അടച്ചു വയ്ക്കാം. ഇതേ കണ്ടോ, നമ്മുടെ മീനിൻ്റെ കറി ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മീൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഇതെന്തോന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ എന്താ ഇതിലേക്ക് 1 കതിരും കൂടി വെളുപ്പിൻ്റെ ഇല ഇട്ടിരിക്കുകയാണ്. അപ്പം എന്തേ നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഇളക്കേണ്ട ഇടയിൽ മീനൊന്നും പൊട്ടി പോകാണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വറുത്തിടാൻ പോവുകയാണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില. ഉള്ളി അരിഞ്ഞതൊക്കെ കാണിച്ചു തരാം. 1 ഉള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് നമ്മളിപ്പോൾ ഇവിടേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതൊന്നും ജസ്റ്റ് വഴങ്ങി കഴിഞ്ഞിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വേപ്പിൻ്റെ അതിലേക്ക് ഇട്ടെടുക്കും. നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട് കേട്ടോ. വേണ്ട നമ്മളിതിലേക്ക് നമ്മുടെ വേപ്പിനെല്ലാം ഇടാൻ പോകുന്നത്. 1 കതിരോ 2 കതിരോ വേപ്പിൻ്റെ ഇല ഇടാം. നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ചെറിയ കറുപ്പ് കളർ ഉണ്ടാവും, കാരണം നമ്മുടെ എണ്ണയുടെ കേട്ടോ. ഞാൻ പപ്പടം വറുത്ത എണ്ണയാണ്, എണ്ണ കളയണ്ടല്ലോ വെച്ചിട്ട് പപ്പടം വറുത്ത എണ്ണയിലാണ് ഇന്നത്തെ ഇത് ഇട്ടിരിക്കുന്നത്. ഇതേ നമ്മളിപ്പോൾ വേപ്പിൻ്റെ ഇല 2 കതിരി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നമ്മുടെ വറുത്തെടുക്കാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീൻ കറിയുടെ ഉള്ളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഇതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഓയിലോട് കൂടെ ഒഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഇടുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് ഒന്നും കൂടി ആയിട്ടില്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, എന്നാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാ വറുത്തതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് കുഴമ്പ് രീതിയിൽ ഇങ്ങനെ ഇളക്കരുത്, കാരണം മീൻ ഉടഞ്ഞു പോകും. ഞാൻ നേരത്തെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഞാനത് സ്റ്റൗന്ന് ഇറക്കി വെച്ചു. സ്റ്റൗന്ന് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ ഈ വറുത്തിട്ടതൊക്കെ ഇടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചൂട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക, റിപ്ലൈ അയയ്ക്കുക. അപ്പോൾ അച്ഛനാണെങ്കിൽ റെസിപ്പി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇതിൽ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അച്ഛനായിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്, എന്നേക്കാൾ ടേസ്റ്റ് ഉണ്ട്. ഇന്ന് അച്ഛനാണ് ഉണ്ടാക്കിയത്, കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡ് ഞാൻ മേടിക്കണുള്ളൂ. അപ്പോൾ ഒന്ന് അച്ഛനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഞാൻ